യേശുക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിൻ്റെ അടയാളം ജീവിതത്തിൽ ധരിക്കുന്നവരായിട്ട് മാറുക. ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് ഒരു ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ അടയാളം. അവൻ്റെ ഐഡൻറ്റിറ്റി ഈശോ അവൻ്റെ ഉള്ളിൽ വസിക്കുന്നതാണ്. പഴയ നിയമത്തിൽ ഒരു യഹൂദനായിട്ട് തീരണമെങ്കിൽ അവൻ പരിച്ഛേദിതനായിട്ട് മാറണം. പരിച്ഛേദനം സ്വീകരിക്കുന്നവർക്ക് യഹൂദനായിട്ട് അല്ലെങ്കിൽ യഹൂദ ഗണത്തിൽ ചേരുവാനായിട്ട് കഴിയും. ശരീരത്തിൽ നിർവഹിക്കുന്ന പരിച്ഛേദനം അവനെ യഹൂദനാക്കി മാറ്റും. എന്നാൽ ഈശോയുടെ വരവിന് ശേഷം പൗലോസ്ലീഹ ഈ പരിച്ഛേദനത്തെ പൂർണ്ണമായിട്ട്, പരിച്ഛേദനത്തിൻ്റെ ശാരീരികതയെ മാറ്റി ആത്മീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യഥാർത്ഥ പരിച്ഛേദനം സംഭവിക്കേണ്ടത് ഹൃദയത്തിലാണ് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അവൻ്റെ ഉള്ളിലുള്ളതിനെല്ലാം മാറ്റി ദൈവത്തെ നിറയ്ക്കുന്നതാണ് യഥാർത്ഥ പരിച്ഛേദനമെന്ന് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ ദൈവത്തെ ധരിക്കുന്നവരായി തീരുക, ഉള്ളിൽ ഈശോയെ വഹിക്കുന്നവരായിട്ട് തീരുക. പരിശുദ്ധ അമ്മ ഈശോ മിശിഹായെ വഹിച്ച് യാത്ര ചെയ്തവളാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ കരങ്ങളിൽ ഉണ്ണീശോയുടെ ചിത്രം കാണിക്കുമ്പോൾ ഉണ്ണീശോയോട് പ്രത്യേകമായ സ്നേഹത്താൽ ജീവിച്ച അന്തോനീസിന് കിട്ടിയ കൃപയാണ് അന്തോനീസിൻ്റെ കരങ്ങളിൽ ഉണ്ണീശോ നിൽക്കുന്നത് എല്ലാവർക്കും കാണുവാനായിട്ട് കഴിഞ്ഞു. ദൈവത്തെ ജീവിതത്തിൻ്റെ അടയാളമായിട്ട് സ്വീകരിക്കണമെങ്കിൽ ഈ ദൈവം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധിയായിട്ട് മാറണം. ബൈബിളിൽ ഈ നിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ നിധി കണ്ടെത്തുമ്പോൾ എല്ലാം വിറ്റ് അവൻ ഏറ്റവും ശ്രേഷ്ഠമായ നിധി വാങ്ങുന്നു. ഇതുപോലെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ നേടുന്നണമെങ്കിൽ, ദൈവത്തെ സ്വന്തമാക്കുന്നത് ഏറ്റവും വലിയ നിധിയായിട്ട് ദൈവത്തിനെ കാണുന്നതാണ്. പൗലോസ്ലീഹ പരിച്ഛേദനത്തെ പറ്റി പല സന്ദർഭങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ പരിച്ഛേദനത്തെക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് പറയുകയാണ്. റോമാലേഖനം 2-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ബാഹ്യമായിട്ട് യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, ആന്തരികമായിട്ട് യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം ഹൃദയത്തിലാണ് സംഭവിക്കേണ്ടത് എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുക. പരിച്ഛേദനം സംഭവിക്കുന്നത് ഉള്ളിലുള്ള തിന്മയുടെ ശക്തി ഇറക്കി വെച്ച് ജീവിതത്തിൽ, ഹൃദയത്തിൽ, സ്വന്തം ശരീരത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു പരിച്ഛേദനത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ റോമാലേഖനത്തിൽ പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, പരിച്ഛേദനം സ്വീകരിക്കുന്നതോ സ്വീകരിക്കാതിരിക്കുന്നതോ അല്ല കാര്യം, സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ്. ദൈവസ്നേഹത്തെ പ്രതിയുള്ള സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസം, ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കുക, അല്ലെങ്കിൽ വിശ്വാസാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുക, യേശുക്രിസ്തുവിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ പരിച്ഛേദനമെന്ന് ഗലാത്യ ലേഖനം 5:6. വീണ്ടും ഗലാത്യ ലേഖനം 6:15 പറയുന്നുണ്ട്, ഒരു പുതിയ വ്യക്തിയായിത്തീരുന്നതാണ്. ഇന്നലകളിലെ പാപത്തെ മുഴുവൻ തുടച്ചു മാറ്റി പാപജീവിതത്തെ മുഴുവൻ അവസാനിപ്പിച്ച് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നതാണ് യഥാർത്ഥ പരിച്ഛേദനമെന്ന് പൗലോസ്ലീഹ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് പുതിയ വ്യക്തിയായിട്ട് തീരുക, പുത്തനൊരു അഭിഷേകത്തിൽ ജീവിക്കുക. വീണ്ടും ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊടുക്കുകയും ജഡത്തിൽ പ്രത്യാശ വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന യഹൂദൻ. അപ്പോൾ യേശുക്രിസ്തുവിൽ അഭിമാനം, ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് തൻ്റെ ഇടത്തോടെ സമൂഹമധ്യത്തിൽ പറയാനായിട്ടുള്ള ഒരു അഭിഷേകം ഉണ്ടാകുക, ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത് സന്തോഷമായിട്ട് കണക്കാക്കുക, ഒരു ക്രിസ്തു സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് ജീവിതം തന്നെ മാറ്റിവെക്കുക, യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുക. പൗലോസ്ലീഹയുടെ ഏറ്റവും വലിയ അഭിമാനം, ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. അത് ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച ആ നിമിഷം മുതൽ ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ്. ജീവിതം തന്നെ ദൈവത്തിന്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിൽ തന്നെ പൗലോസ്ലീഹ തന്നെ ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. അതിൻ്റെ അർത്ഥം സംഭവിച്ചതെല്ലാം സ്വീകരിച്ചത് യേശുക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതിയാണ്. എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞത്, സഹനങ്ങളെയും വേദനകളെയും ഒറ്റപ്പെടുത്തലുകളെയും തിരസ്കരണങ്ങളെയും എല്ലാം സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞത് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ
അഭിമാനം കൊള്ളുന്ന ഒരു ആത്മീയതയെക്കുറിച്ച് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. നിനക്ക് യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളാനുള്ള ഒരു ആത്മീയ സന്തോഷമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. വീണ്ടും കൊളോസ്യോസുകാർക്ക് ഇത് ലേഖനം 2-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പരിച്ഛേദനത്തെക്കുറിച്ച് പറയുകയാണ്. ഉള്ളിലുള്ള തിന്മയുടെ അശുദ്ധി, ആസക്തിയുടെ തഴക്കദോഷങ്ങളുടെ അരൂപിയെ അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു പരിച്ഛേദനമാണ്. ഒരു പക്ഷേ നമുക്ക് നാളുകളായിട്ട് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾ അടിമയാക്കപ്പെട്ടിരിക്കുന്ന പാപബന്ധനങ്ങളുണ്ടായിരിക്കാം. ഇതിൽ നിന്നൊരു വ്യക്തി പൂർണ്ണമായിട്ട് സ്വതന്ത്രനാക്കണമെങ്കിൽ, സ്വതന്ത്രമായി തീരണമെങ്കിൽ ആദ്യമായിട്ട് തന്നെ അതിനെ ബഹിഷ്കരിക്കാൻ, ഉപേക്ഷിക്കാനായിട്ട് കഴിയണം. നമ്മളൊരാരും അടിമയായി തീരേണ്ടത് പാപത്തിൻ്റെ അടിമയായിട്ടുള്ളവരല്ല, ദൈവത്തിന് അടിമയായിട്ട് തീരാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ആസക്തികളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ പരിച്ഛേദനം, ആ ഒരു യഥാർത്ഥ ചൈതന്യം, ഒരു പുതിയ വ്യക്തിയായിട്ട് മാറാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. യേശുക്രിസ്തുവിന് യഥാർത്ഥ സാക്ഷിയാകാൻ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൃപ നിങ്ങൾ ഓരോരുത്തരും കൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.